നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം. രാജേഷ്. തൃശൂർ മതിലകം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട 5 നാടോടി കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂമിരേഖ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിദരിദ്ര പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനായി നിരവധി മൈക്രോ പ്ലാനുകളാണ് സർക്കാർ നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് 64,006 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിൽ 93% ആളുകൾ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവായി. ബാക്കി 7% ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. കേരളത്തിലാകെ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രം. എത്ര ആളുകളിൽ 3.5 കോടി മനുഷ്യർ. ഈ 64,006 ആൾക്കാർ വേണമെങ്കിൽ കണ്ടില്ല എന്നറിയിക്കാം. കാരണം അവരൊരു വോട്ട് ബാങ്കൊന്നല്ല. അവരുടെ വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല ഗവൺമെന്റ് അതിൽ നോക്കിയത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ 64,006 കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള കുടുംബങ്ങളാണ്. ഏറ്റവും പിന്നിൽ ആയിപ്പോയ കുടുംബങ്ങളാണ്. അങ്ങനെ ആരും ഇവിടെ അവശേഷിക്കാൻ പാടില്ല. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, വാർഡ് മെമ്പർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.